റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി തിഹാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയാം. അവർ നാളെ അന്ത്യദിനത്തിൽ വരുമ്പോൾ തിഹാമ പർവ്വതത്തിന് തുല്യമായ നന്മകളുമായിട്ടായിരിക്കും വരിക. തിഹാമ പർവ്വതം വലിയൊരു പർവ്വതമാണ്. അപ്പം അതിന് സമാനമായ നന്മകളുമായിട്ടായിരിക്കും അവർ നാളെ ഖിയാമത്ത് നാളിൽ വരിക. പക്ഷേ അള്ളാഹു അവരുടെ നന്മകളെയൊക്കെ പൊടിക്കപ്പെട്ട ധൂളികളാക്കി മാറ്റിക്കളയും. അള്ളാഹുവിൻ്റെ ഒരു വിലയുണ്ടാകില്ല. പടച്ചവൻ ആ നന്മകളെ ഒന്നും പരിഗണിക്കില്ല. അതിനെയൊക്കെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെയുള്ള ചില ആളുകൾ എൻ്റെ ഉമ്മത്തികളുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു, ആ പൈസ നഷ്ടപ്പെട്ടു, സീറോ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത ആളെ സംബന്ധിച്ചൊരു വിഷയമില്ല, അയാളൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതാണ്, എന്നിട്ടത് നഷ്ടപ്പെട്ടു പോയി. ഈ അവസ്ഥയാണ് പരലോകത്തുണ്ടാകാൻ പോകുന്നത്. കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്താണ്, പക്ഷേ അവിടെ വരുമ്പോൾ പടച്ചവൻ അതൊക്കെ നഷ്ടപ്പെടുത്തി. അള്ളാഹു അതിലൊന്നും ഒരു വിലയെ കൽപ്പിക്കും. ആരാണ് അവർ? വിശ്വാസം വിശദീകരിക്കുകയാണ് അവരെ. യുസല്ലൂന കമാ തുസല്ലൂ, നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. യസൂമൂന കമാ തസൂമൂൻ, നിങ്ങൾ നോമ്പ് പിടിച്ചതുപോലെ അവർ നോമ്പും കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല യഹ്ദൂന മിനൽ ലൈലി, രാത്രി എഴുന്നേറ്റവർ തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. നിങ്ങൾ ഒരു പക്ഷേ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. തഹജ്ജുദ് നിസ്കരിച്ച ആളുകളാണ് ഈ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മയൊക്കെ നഷ്ടപ്പെടുത്തി കളയുക. പിന്നെ അവരുടെ കുഴപ്പം എന്താണ്? ഇതൊക്കെ അവരുടെ നല്ല വശങ്ങളാണ്. പക്ഷെ അവരുടെ പ്രശ്നം വലാകിന്നഹും ഇദാ ഖലൗ ബിമഹാരിമില്ല, രഹസ്യത്തിൽ അവർ അള്ളാഹുവിനെ എതിരിച്ച് ഹറാമുകൾ പ്രവർത്തിക്കും. പരസ്യത്തിൽ അവർ നല്ലവരാണ്, ജനങ്ങളുടെ മുന്നിൽ നല്ലവരാണ്, മാന്യന്മാരാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ രഹസ്യ ജീവിതം വളരെ മോശമാണ്. രഹസ്യ ജീവിതത്തിൽ അവർ തിന്മകൾ ചെയ്യും, ഹറാമുകൾ ചെയ്യും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. രഹസ്യത്തിൽ ഏത് തെറ്റും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. രഹസ്യവും പരസ്യവും അള്ളാഹു കാണുന്നുണ്ട്, രണ്ടിനും അള്ളാഹു സാക്ഷിയാണ്. രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റിനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രഹസ്യ ജീവിതത്തിലെ തിന്മയാണ് മനുഷ്യന്റെ കൂടുതൽ പേടിക്കേണ്ടത്. കാരണം അതിന് ജഡ്ജി സാക്ഷിയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ജഡ്ജി തന്നെ അതിന് സാക്ഷിയാണെങ്കിൽ കോടതി ചെന്നാൽ പിന്നെ നമുക്കെതിരായിരിക്കും. വക്കീല് മാത്രമല്ല, ജഡ്ജി നമുക്കെതിരാണ്. ജഡ്ജി ആ തെറ്റ് കണ്ടിട്ടുണ്ട്. നാം രാത്രിയുടെ ഇരുട്ടിൽ ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വരാഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ ഞാൻ അവനോട് സമീപസ്ഥനാണ്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹുവിനെ മറച്ചു വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രഹസ്യമായി ചെയ്യുന്ന തെറ്റാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിലുപരി ഇവന് തെറ്റിനെ ബാലൻസ് ചെയ്യണം. ഞാൻ പരസ്യത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്നയാളല്ലേ, പിന്നെ ഇപ്പൊ രഹസ്യത്തിൽ ചെറിയ തെറ്റൊന്നും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തെറ്റിനെ അവൻ ന്യായീകരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. തെറ്റിനെ ചെറുതായി കാണുക, അതിനെ ന്യായീകരിക്കുക എന്നുള്ള ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് പടച്ചാപ്പുരൻ ഇതിനെ ഇത്തിരി ഗൗരവമായി കാണുകയും അള്ളാഹുവിന്റെ തെറ്റ് അവരുടെ നന്മകളെയൊക്കെ ഈ രീതിയിൽ ഹബാൻ മൻസൂറാക്കി വിതറപ്പെട്ട ധൂളുകളാക്കി കളയുകയും ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ല എന്ന്. ആരും കാണാതെ അവൻ ഈ തെറ്റ് ചെയ്യുമ്പോൾ അവനെ ആരും കാണുന്നില്ല എന്നാണ് അവന്റെ വിചാരം. തുറന്ന് അള്ളാഹു പറയുന്നു, അലം നജ്അൽ ഐനൈനി, ഞാൻ അവന് രണ്ട് കണ്ണ് കൊടുത്തിട്ടില്ലേ. ഇവൻ വേണമെങ്കിൽ ഈ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുത്താം. മൊബൈൽ ഫോണിൽ അവൻ ഈ അശ്ലീലത കാണുമ്പോൾ ഞാൻ കൊടുത്ത കണ്ണാണ് അവന്, വേണമെങ്കിൽ അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താം. പക്ഷെ ഞാനത് ചെയ്യാത്തത് അവൻ പശ്ചാത്തപിക്കുന്നു വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് രഹസ്യത്തിലെ തെറ്റുകൾ വളരെ സൂക്ഷിക്കും. അത് നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്താൽ, ഒന്ന് തെറ്റ് ചെയ്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഈ മൊബൈൽ ഫോണൊക്കെ അതിൻ്റെ ഈ പാസ്വേഡ് നമ്മളെല്ലാവർക്കും വീട്ടിലെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കും ഓപ്പൺ ചെയ്യാം, പേടിക്കണ്ട. അവരവസ്ഥയിൽ നമ്മൾ തെറ്റിയില്ല അതിനകത്ത്. അതുപോലെ നമ്മുടെ ചില ആളുകൾ നാട്ടിൽ മാന്യന്മാരാണ്, യാത്ര പോയാൽ ചെയ്യാത്ത തെറ്റുണ്ടാവില്ല. അപ്പം അങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ ഗുണകാംക്ഷകളായ ആളുകളെ കൂടെ കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര പോയിരിക്കുക, മോശക്കാരെ കൂട്ടുകാരോടെ യാത്ര പോകാതിരിക്കുക. ഇങ്ങനെ സാഹചര്യങ്ങൾ ഒഴിവാക്കി തെറ്റുകളെ സൂക്ഷിക്കുക. രഹസ്യത്തിൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ.
കഴിഞ്ഞു പോയതെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത